നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഏതൊരു മനുഷ്യൻ്റെയും ജീവിത വിജയത്തിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മനസ്സിൻ്റെ ശരിയായ രീതിയിലുള്ള നിയന്ത്രണം. വിജയവും പരാജയവും മനസ്സിൻ്റെ നിലയെ ആശ്രയിച്ചിരിക്കും. മനസ്സിനെ മദം പിടിച്ച ആനയോട് ഉപമിക്കുന്ന ഒരു സുഭാഷിതമുണ്ട്. ആനയ്ക്ക് മദം പിടിച്ചാൽ അതെന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. അതിൻ്റെ ശക്തി സർവവും നശിപ്പിക്കാനുതകുന്നതായിരിക്കും. അതുപോലെയാണ് വിവേകത്തോടെ നിയന്ത്രിക്കാത്ത മനസ്സിൻ്റെ അവസ്ഥ. ശരിയായ വിവേകമാകുന്ന തോട്ടി കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. മനസ്സ് രണ്ട് പ്രകാരത്തിലുണ്ടെന്ന് ഉപനിഷത്തിൽ പറയുന്നു. ഒന്ന് ശുദ്ധവും മറ്റൊന്ന് അശുദ്ധവും. ശുദ്ധമായ മനസ്സ് നമ്മെ ജീവിത വിജയത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നു. അശുദ്ധമായ മനസ്സ് ജീവിത പരാജയത്തിലേക്കും നയിക്കുന്നു. നിരന്തരമായ വിവേകപൂർണമായ പരിശ്രമത്തിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാനാകും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. മദം പിടിച്ച ആനയ്ക്ക് തുല്യമായ മനസ്സിനെ വിവേകജ്ഞാനമാകുന്ന തോട്ടിക്ക് സമമായ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കാമെന്നാണ് ഗീതയിൽ പറയുന്നത്. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം കോപമാണ്. ഏറ്റവും വലിയ വിജയം ക്ഷമയാണ്. ദേഷ്യം വരുമ്പോൾ മനസ്സിൽ ഇരുട്ട് വ്യാപിക്കും. കരുണയ്ക്കും കൃപയ്ക്കും തടസ്സമുണ്ടാക്കുന്നത് ഇരുട്ടാണ്. ഇതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് സാധിക്കണം. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. കഞ്ചിത് കാലമുമാമഹേശ ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ കഞ്ചിത് ധ്യാനസമാധിഭിശ്ച നതിഭിഃ കഞ്ചിത് കഥാകർണനൈഃ കഞ്ചിത് കഞ്ചിദവേക്ഷണൈശ്ച നുതിഭിഃ കഞ്ചിത് ദശാമീദൃശീം യഃ പ്രാപ്നോതി മുദാ ത്വദർപ്പിതമനാ ജീവൻ സമുക്തഃ ഖലു. കഞ്ചിത് കാലമുമാമഹേശ ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ കഞ്ചിത് ധ്യാനസമാധിഭിശ്ച നതിഭിഃ കഞ്ചിത് കഥാകർണനൈഃ കഞ്ചിത് കഞ്ചിദവേക്ഷണൈശ്ച നുതിഭിഃ കഞ്ചിദ്ദശാമീദൃശീം യഃ പ്രാപ്നോതി മുദാ ത്വദർപ്പിതമനാ ജീവൻ സമുക്തഃ ഖലു. സന്ധ്യാദീപം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. അല്ലയോ ഉമാമഹേശ്വര,
കുറച്ചു കാലം അങ്ങയെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. കുറച്ചു കാലം നമസ്കരിച്ചു കൊണ്ടിരുന്നു. കുറച്ചു കാലം അങ്ങയെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു കാലം അങ്ങയുടെ സ്തോത്രങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നു. ഇപ്രകാരം നിന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടെ ആരാണോ ജീവിക്കുന്നത് അവർ ഭക്തരാണ്. ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ 82-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീശങ്കര കൃതികളിൽ ശിവാനന്ദലഹരിയിൽ 80-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ ഭക്തൻ കാൽപ്പനികമായി ശിവനടനത്തെ നോക്കിക്കാണുകയാണ്. ഭഗവാൻ പരമേശ്വരൻ ഹിമാലയത്തിൽ കൈലാസ ശിഖരത്തിലും മറ്റും നൃത്തം ചെയ്യുന്നു. ശിവതാണ്ഡവം, സദാ നിത്യവും താണ്ഡവപ്രിയനാണ് ശിവൻ. അപ്പോൾ ആ താണ്ഡവം ചെയ്യുമ്പോൾ അതികഠിനമായ പർവ്വതദേശങ്ങളിലാണ് അത് ചെയ്യുന്നത്. ഭഗവാന് എത്ര മൃദുവായ സ്ഥലങ്ങൾ നടനത്തിനുണ്ട്. ദിവ്യഗൃഹാന്തരങ്ങൾ, ദിവ്യങ്ങളായ ഗൃഹാന്തരങ്ങൾ, ഗൃഹത്തിൻ്റെ അകത്തളങ്ങൾ, അവിടെ മൃദുവായ സ്ഥാനങ്ങളുണ്ടാവും. പിന്നെയോ സുമനസ്തൽപ്പങ്ങൾ. സുമനസ്തൽപ്പങ്ങൾ എന്നുള്ളതിന് രണ്ടർത്ഥം പറയാം. ഒന്ന്, സദ്ബുദ്ധിയുള്ള നല്ല ശുദ്ധമായ മനസ്സോടുകൂടിയ ഭക്തജനങ്ങളുടെ, സജ്ജനങ്ങളുടെ തൽപ്പങ്ങൾ, മനസ്സാകുന്ന തൽപ്പങ്ങൾ, നല്ല മനസ്സാകുന്ന തൽപ്പങ്ങൾ ഒരർത്ഥം. രണ്ട്, സുമന ശബ്ദത്തിന് പുഷ്പം എന്നർത്ഥമുണ്ട്. അപ്പോൾ പുഷ്പതൽപ്പങ്ങൾ, പുഷ്പങ്ങളാൽ അലങ്കൃതമായ മെത്തകൾ, അവിടെ നൃത്തം ചെയ്യാം. എത്ര മൃദുവാണത്! ദിവ്യഗൃഹാന്തരങ്ങളിൽ നൃത്തം ചെയ്യാം. അതുപോലെ വേദ്യാദിഷു, വേദി എന്ന് പറഞ്ഞാൽ പ്രത്യേകം പരിഷ്കരിച്ച ഭൂമിയാണ്, സംസ്കരിച്ച ഭൂമിയാണ്. യജ്ഞനിർവഹണത്തിനും മറ്റും സംസ്കരിച്ച ഭൂമിയാണ് വേദി. അവിടെ മൃദുവായിരിക്കും, അവിടെ നൃത്തം ചെയ്യാം. ഇതൊക്കെ പ്രായഃ സത്സു, ഇതൊക്കെ ഉണ്ടായിട്ടും, സത്സു ഉണ്ടായിട്ടും, പ്രായേണ ഇതൊക്കെ ഉണ്ടായിട്ടും, ശിലാതലേഷു നടനം, ശിലാതലങ്ങളിൽ കഠിനങ്ങളായ കഠോരങ്ങളായ കരിങ്കൽ കഷ്ണങ്ങൾക്കുപരിയാണ് അവിടുന്ന് നൃത്തം ചെയ്യുന്നത്. അതെന്തിനാണ്? അവിടെയാണ് ഭക്തൻ കൽപ്പിക്കുന്നത്, ഏഷഃ ജനിം ഏഷ്യതി, ഇവൻ ഇനിയും ജനിക്കും. തനിക്ക് മുക്തിക്കുള്ള അധികാരമൊന്നും ആയിട്ടില്ല ഈ ഭക്തന്. മാത്രമല്ല അവൻ്റെ മനസ്സ് കഠിനമാണ്. അങ്ങനെയുള്ള അവനെ ഇനി അനുഗ്രഹിക്കണം. അവനെ അനുഗ്രഹിക്കാൻ വേണ്ടി എന്ത് വേണം? അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഹൃദയത്തിൽ നൃത്തം ചെയ്യണം. അതാണ് തസ്മിൻ നടാനി, അവിടെ ഞാൻ നൃത്തം ചെയ്തു കൊള്ളാം ഇതി എന്ന് മദ്രക്ഷായൈ, എൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട്, ഗിരി സീംനി പർവ്വതോപരി കോമളപദന്യാസഃ പുരാഭ്യാസിതഃ, അവിടുത്തെ കോമള പദങ്ങളുടെ ന്യാസം നൃത്ത സന്ദർഭത്തിൽ അഭ്യാസിതമാണ്. അത് എന്നെ രക്ഷിക്കാനായിക്കൊണ്ടാണ്, എൻ്റെ ഹൃദയത്തിൽ നൃത്തം ചെയ്യാനുള്ള പരിശീലനമാണ് എന്ന് ഭക്തൻ നോക്കിക്കാണുകയാണ്. ഇത് മനോഹരമായ കൽപ്പനയാണെന്ന് നോക്കൂ. തുടർന്ന് 81-ാമത്തെ ശ്ലോകം, കഞ്ചിത് കാലമുമാമഹേശ ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ കഞ്ചിത് ധ്യാനസമാധിഭിശ്ച നതിഭിः കഞ്ചിത് കഥാകർണനൈഃ
കഞ്ചിത് കഞ്ചിദവേക്ഷണൈശ്ച നുതിഭി കഞ്ചിത് ദശാമീദൃശീം യഃ പ്രാപ്നോതി മുദാ ത്വദർപ്പിതമനാ ജീവൻ സ മുക്ത ഖലു. കഞ്ചിത് കാലമുമാമഹേശ ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ കഞ്ചിത് ധ്യാനസമാധിഭിശ്ച നതിഭിഃ കഞ്ചിത് കഥാകർണനൈഃ കഞ്ചിത് കഞ്ചിദവേക്ഷണൈശ്ച നുതിഭിഃ കഞ്ചിത് ദശാമീദൃശീം യഃ പ്രാപ്നോതി മുദാ ത്വദർപ്പിതമനാഃ ജീവൻ സ മുക്തഃ ഖലു. കഞ്ചിത് കാലം ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ, കുറച്ചു കാലം, കഞ്ചിത് കാലം, ഏതോ കാലം, കുറച്ചു കാലം, അല്പകാലം, ഉമാമഹേശ, അവിടുത്തെ പാദാരവിന്ദാർച്ചനങ്ങളെ കൊണ്ട് നയിക്കുന്നു. കഞ്ചിത് ധ്യാനസമാധിഭി, കുറച്ചു കാലം അവിടുത്തെ ധ്യാനം, സമാധി എന്നിവയെ കൊണ്ട് നയിക്കുന്നു. കഞ്ചിത് കാലം നതിഭിഹി, കുറച്ചു കാലം അവിടുത്തെ നമസ്കരിച്ചുകൊണ്ട് നയിക്കുന്നു. കഞ്ചിത് കഥാകർണനൈഹി, കുറച്ചു കാലം അവിടുത്തെ ചരിത്രങ്ങളെ കേട്ടുകൊണ്ട് കാലം നയിക്കുന്നു. കഞ്ചിത് അവേക്ഷണൈഹി, കുറച്ചു കാലം അവിടുത്തെ നോക്കിക്കൊണ്ട്, അവിടുത്തെ നിരൂപണം ചെയ്തുകൊണ്ട് കഴിക്കുന്നു. കഞ്ചിത് നുതിഭിഹി, കുറച്ചു കാലം അവിടുത്തെ സ്തോത്രങ്ങളെ ചെയ്തുകൊണ്ട് കാലം കഴിക്കുന്നു. അങ്ങനെ അങ്ങനെ ഈദൃശീം ദശാം, ഇപ്രകാരമുള്ള ദശയെ യഃ പ്രാപ്നോതി, ആരാണോ നേടുന്നത്, ഈദൃശീം ദശാം, ഈ ദശയെ, ഇപ്രകാരമുള്ള ദശയെ ആരാണോ നേടുന്നത്, എങ്ങനെ, ത്വദർപ്പിതമനാഹ, നിന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി. കേട്ടോ, അപ്പം നിന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയനാവുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിലേക്ക് നയിക്കുന്ന കുറേ ക്രമങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. അപ്രകാരമുള്ള സാധനാക്രമങ്ങളെ കൊണ്ട് നിന്നിൽ അർപ്പിതമായ മനസ്സോടുകൂടി ആരാണോ ജീവിക്കുന്നത്, ജീവൻ, ജീവിക്കുന്നവൻ, സ മുക്തഃ, അവൻ മുക്തനാണ്, അവനിനി മോക്ഷം ലഭിക്കാനില്ല. മനസ്സിൽ തീർത്തും പരമേശ്വരൻ പ്രതിഷ്ഠിതനായവൻ, അഥവാ പരമേശ്വരനിൽ പ്രതിഷ്ഠിതമായ മനസ്സോടൊത്തവൻ ആരാണോ അയാൾ, സ മുക്ത ഖലു, അയാൾ ഖലു, നിശ്ചയമായും, അതിൽ സന്ദേഹമില്ല എന്ന് കാണിക്കുകയാണ് ഖലു ശബ്ദം കൊണ്ട്. അപ്പോൾ ഭഗവാനിൽ അർപ്പിതമായ മനസ്സോടുകൂടിയവൻ മുക്തഃ ഖലു, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവൻ മുക്തനാണെന്ന് പറഞ്ഞാൽ ജീവൻ മുക്തനാണ് അയാൾ, ഖലു, യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ആരാണ് ജീവൻ മുക്തി പദത്തിലേക്ക് ഉയരുന്നത്, അതാണ് മറ്റു പദങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ശ്രദ്ധിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ചങ്ങനാശ്ശേരി തിരുവാഴപ്പള്ളി മഹാദേവ ക്ഷേത്ര ദർശനം ആദി കൈലാസ ദർശനം പോലെ സുന്ദരമായ ആത്മീയ അനുഭവമാകുന്നു. കൈലാസഗിരിശൃംഗങ്ങൾ പോലെയുള്ള ക്ഷേത്രക്കാഴ്ചകൾ തീർത്ഥാടകന്റെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ഓംകാരനാദമുരുവിട്ടുകൊണ്ട് മരങ്ങളിൽ ഉരുമ്മി വീഴുന്ന ചെറുകാറ്റ് ചുറ്റമ്പലത്തിനും നാലമ്പലത്തിനും നമസ്കാര മണ്ഡപത്തിനുമിടയിലൂടെ ഇടയ്ക്കിടെ ഭക്തരുടെ കാതുകൾക്കും ആനന്ദ സംഗീതം പകരുന്നു. ദേവചരിതങ്ങൾ പറയുന്ന ശില്പകാഴ്ചകളിലൂടെ യുഗാന്തരങ്ങളായി മനസ്സ് യാത്ര ചെയ്യുമ്പോൾ ഒരു നിമിഷമെങ്കിലും ജനമൃതികൾ മറന്ന് ആത്മാവ് തേജോമയമാകുന്നതുപോലെ
നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മഹാക്ഷേത്ര ദർശനം ആത്മശാന്തിയേകുമ്പോൾ പഞ്ചഭൂതനാഥനായ ഭഗവാൻ ഹൃദയാന്തരങ്ങളിൽ നിറയുന്നു. ആകാശവും ജലവും വായുവും അഗ്നിയും ഭൂമിയുമായി ഭഗവാൻ നമ്മളിൽ തന്നെ കുടികൊള്ളുന്നു എന്നതാണ് പരമമായ സത്യം. ആ സത്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും ഒരു ക്ഷേത്രം രൂപപ്പെടുന്നത്. ഭഗവത് രൂപത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആത്മാവിന്റെ നീലിമകളിൽ മഹാദേവ ദർശനങ്ങൾ അറിഞ്ഞ് ആത്മപൂജകൾ നടക്കുമ്പോഴാണ് നാം ഉള്ളിലെ ദർശനത്തിന്റെ പൊരുൾ തിരിച്ചറിയുന്നതും. അതുകൊണ്ട് ഓരോ ക്ഷേത്ര ദർശനങ്ങളും നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്നതും ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളുടെ മഹാസങ്കേതങ്ങൾ തന്നെയാണ്. അത്യപൂർവ ദാരുശില്പങ്ങൾ കൊണ്ട് സമ്പന്നമായ വട്ടശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ പരമേശ്വരനും പടിഞ്ഞാറ് ദർശനമായി ശ്രീ പാർവതിയും കുടികൊള്ളുന്നു. ശ്രീകോവിലിന്റെ പുറംഭിത്തിയിൽ പ്ലാവിൻ കാതലിൽ തീർത്ത ദാരുശില്പങ്ങൾ ധാരാളമായി കാണാം. മഹാഗണപതി, ശിവകുടുംബം, നടരാജനൃത്തം, ത്രിപുരാന്തകൻ, കാളിയമർദ്ദനം, പൂതനാമോക്ഷം, അർദ്ധനാരീശ്വരൻ, കിരാതമൂർത്തി, ശ്രീരാമ ഹനുമത് ദർശനം, നരസിംഹം, ഗോപികാ വസ്ത്രാക്ഷേപം, കൗസല്യാപ്രസവം, അനന്തശയനം, അരക്കില്ല ദഹനം, സീതാസ്വയംവരം, വിരാട് പുരുഷൻ, നവഗ്രഹങ്ങൾ, നാഗരാജാവ്, ശാസ്താവ് തുടങ്ങി അനേകം ദാരുശില്പങ്ങൾ ശ്രീകോവിലിനെ അലംകൃതമാക്കുന്നു. ഇരട്ട ധ്വജപ്രതിഷ്ഠയുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്കു ഭാഗത്തായി ഇലവന്തി തീർത്ഥത്തിനു സമീപം വിളക്കുമാടം, തിടപ്പള്ളി എന്നിവ ഉൾപ്പെടുന്ന ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തെക്കോട്ട് ദർശനമായും പ്രത്യേക ധ്വജപ്രതിഷ്ഠയുമുള്ള ചുരുക്കം വിനായക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടത്തേത്. മഹേശ്വരനോളം പ്രാധാന്യം മകനായ ഗണപതിക്കും ഇവിടെ കൽപ്പിച്ചിരിക്കുന്നു. ഗണപതിക്കായി പ്രത്യേക ശ്രീകോവിലും മേൽശാന്തിയുമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിവിടം. ഗണപതിക്കുള്ള മഹാഗണപതി അപ്പം എന്ന ഒറ്റയപ്പ വഴിപാട് ഗണപതിക്ക് വളരെ സവിശേഷമായതാണ്. പ്രകൃതി ശൈവപൂജകൾക്കായി സായാഹ്ന നേരമൊരുക്കുമ്പോൾ ഭക്തജനങ്ങളും ആത്മസമർപ്പണത്തിനായി ക്ഷേത്രമുറ്റത്തെത്തി. സമസ്ത ലോകങ്ങളെയും മംഗളകരമാക്കുന്ന ശിവം സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. പ്രപഞ്ചത്തിലെ ഓരോ തന്മാത്രകളിലും നിറഞ്ഞു നിൽക്കുന്ന ഓം എന്ന നാദം തന്നെയാണ് പ്രപഞ്ചതാളം. അതുകൊണ്ട് തന്നെ സർവ്വതിനും നാഥൻ ഭഗവാൻ തന്നെയാണ്. ഭഗവാനാകുന്ന പരബ്രഹ്മ ചൈതന്യത്തിൽ നിന്നു തന്നെയാണ്
സർവവും പ്രവഹിക്കുന്നത്. ഭഗവാന് സമർപ്പിക്കുവാനുള്ള പൂജാപുഷ്പങ്ങളുമായി പ്രദക്ഷിണ വഴികളിലൂടെ ഭഗവാന്റെ കുഞ്ഞുങ്ങളുമെത്തി. തിരുവാതിര ഉത്സവങ്ങളിൽ സ്ത്രീ ഭക്തജനങ്ങൾ നടത്തുന്ന തിരുവാതിരയുടെ ഓർമ്മകളിലൂടെ അല്പനിമിഷങ്ങൾ ഭഗവാന് മുന്നിൽ അവർ തിരുവാതിര നൃത്തം കൈകൊട്ടി താളമിട്ട് ആടിപ്പാടി. ദീപങ്ങൾ തെളിയുകയാണ്. ഓംകാര സന്ധ്യകളിലേക്ക് ഭഗവത് ചൈതന്യം നിറഞ്ഞു നിന്നു. അങ്ങനെ സർവം മംഗളമാകുമ്പോൾ ഓരോ മനസ്സുകളും ഭഗവാനോടുള്ള പ്രാർത്ഥനകളിൽ മുഴുകി. ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ. പ്രഭുവായി, പ്രാണങ്ങളെ ഭരിക്കുന്ന നാഥനായി, മഹിമാതിശയങ്ങളോടുകൂടി ലോകനാഥനായി, ജഗന്നാഥന്മാർക്കും നാഥനായി, ആനന്ദമയനായി, ഭൂതവർത്തമാന ഭാവികളായ ത്രികാലങ്ങൾക്കും അധിപനായി, ഭൂതഗണനാഥനായി, മംഗളസ്വരൂപനായി, ശിവനായി, ശങ്കരനായി, ശംഭുവായി വിളങ്ങുന്ന സർവേശ്വരനെ ഞാൻ ധ്യാനിക്കുന്നു. കരുണാകര മാമക ഭവസാഗര ധാരക ഗംഗാധര ശങ്കര. ശ്രീകോവിൽ തുറക്കുമ്പോൾ ദീപങ്ങൾക്കു നടുവിൽ നിന്ന് ഓംകാര സ്വരൂപനായ ഭഗവാൻ ഭക്തഹൃദയങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്നു. ഇന്ദ്രിയങ്ങളെ മറന്ന ഭക്തർ ആത്മാവിലെ മാനസ സരസ്സുകളിൽ ഭഗവത് രൂപം കണ്ട് ദർശനപുണ്യം നേടുമ്പോൾ തിരുവാഴപ്പള്ളി മഹാദേവ ക്ഷേത്രവും പരിസരവും ആദി കൈലാസം പോലെ പ്രഭാപൂരിതമായി.